സ്വർണ്ണവില കൂടുമോ കുറയുമോ? $29 ബില്യൺ മൂല്യമുള്ള US ട്രഷറി ബോണ്ടുകളാണ് ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റയടിക്ക് വിറ്റഴിച്ചത്. ഡോളറൈസേഷൻ അഥവാ ഡോളറിനെ ആശ്രയിച്ചുള്ള സാമ്പത്തിക ക്രയവിക്രയം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അനൌദ്യോഗികമായി രാജ്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ യുഎസിലുള്ള റഷ്യൻ അസറ്റ് സാങ്ഷൻ എന്ന പേരിൽ US മരവിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും ഒരു താക്കീതായി മാറിയിരുന്നു. അതോടെ US ഡോളറിൽ രാജ്യത്തിന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കുന്നതിൽ ഒരു പുനർചിന്തനം നടത്താൻ പല രാജ്യങ്ങളും നിർബന്ധിതരായി എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ യുഎസിന്റെ കടം $38 ട്രില്യൺ നീങ്ങിയത് ഒരു നല്ല ലക്ഷണമായി ഈ രാജ്യങ്ങൾ കാണുന്നുമില്ല. അതിനാൽ ബദൽ മാർഗം എന്ന രീതിയിൽ മറ്റ് കറൻസികളിലേക്കും സ്വർണത്തിലേക്കും പണം നിക്ഷേപിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും. ഇനി വെറും 60,000 ടൺ സ്വർണം മാത്രമേ കണ്ടെത്തിയ സ്രോതസ്സുകളിൽ ഇനി നമുക്ക് ഖനനം ചെയ്യാൻ അവശേഷിക്കുന്നുള്ളൂ എന്ന വസ്തുത കണക്കിലെടുത്താൽ ഈ അടുത്ത കാലത്തുള്ള രാജ്യങ്ങളുടെ വലിയ വാങ്ങലുകൾ സ്വർണത്തിന്റെ വില പിടിവിട്ട് കുതിക്കുന്നതിന് കാരണമാവുകയാണ്. 25 ടൺ സ്വർണം കഴിഞ്ഞ വർഷം മാത്രം ചൈന വാങ്ങിയെന്ന് ഔദ്യോഗികമായി പറയുമ്പോൾ അതിന്റെ 10 ഇരട്ടിയെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ കലുഷിതമായ ആഗോള സാഹചര്യം സ്വർണ്ണവിലയുടെ ഉയർച്ചയിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസ്യത കൂടുന്നതും യുദ്ധങ്ങൾ അവസാനിക്കുന്നതും സ്വർണ്ണവിലയെ ചിലപ്പോൾ നിയന്ത്രിച്ചേക്കും.